ഹലോ, ഞങ്ങളുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുണ്ടല്ലോ വളരെ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് അജ്മാനിലൊരു ബീച്ചിലാണ് നമ്മളുള്ളത് കേട്ടോ. അൽസോറ എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അപ്പോൾ എത്രത്തോളം നല്ല ശബ്ദം ഉണ്ടെന്ന് അറിയില്ല. അല്ല മുന്നേ ഭയങ്കര തിരയുടെ, നമ്മുടെ കടലിലെ തിരയുടെയൊക്കെ ഭയങ്കര ശബ്ദമുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഞങ്ങളുടെ പുറയിലൊരു ടെൻ്റൊക്കെ കണ്ടോ. ഞങ്ങൾ ശരിക്കും ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ. ഇന്നലെ രാത്രിയിലൊരു 2 മണിയൊക്കെ ആയപ്പോൾ വന്നത്. അല്ലേ കുട്ടേ? 2 മണിയല്ല, അതിന് മുമ്പ് വന്നില്ലേ? 12:30, രാത്രി 12:30ക്കൊക്കെ വന്നത്. ഇപ്പം സമയം രാവിലെ 6 മണിയാകാറായി അല്ലേ, 5:30 കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് ഞങ്ങളിവിടെ ഫുള്ളായിട്ട് സെറ്റായി. പിന്നെ എന്താണ്, ഫിഷിങ്ങും ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നു. ചൂണ്ടയൊക്കെ ഞങ്ങൾ മടക്കി വെച്ചു. കുറച്ച് ചെറിയ ചെറിയ മീനൊക്കെ കുറച്ച് കിട്ടിയിരുന്നു. പിന്നെ നമ്മുടെ ചേട്ടനും നമ്മുടെ ഒരു കസിനും കൂടെ അവിടെ പോയിട്ട് വലിയ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു കപ്പൽ ചാലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ചൂണ്ട പരിപാടിയൊക്കെ അവരുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയാണ് വന്നത്. ഞാൻ, നമ്മുടെ ഫാമിലി, പിന്നെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഫാമിലി, ഇതാ ചേച്ചി, പിന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുണ്ട്. നമ്മുടെ ഭയങ്കര ഉറക്കമാണ് കണ്ടോ. നല്ല കാറ്റും അല്ലേ, നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് പുള്ളി നല്ല സൂപ്പർ ഉറക്കമാണ്. പിന്നെ നമ്മുടെ പൊന്നൂസും നമ്മുടെ കുട്ടൂസും ഒക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കണ്ടത് കണ്ടോ. അപ്പം നമ്മുടെ പൊന്നൂസും നമ്മുടെ വാവയും കൂടെ കടലിൽ ഇങ്ങനെ കളിയാണ്. ഇവന്മാർ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കളിയാണ് കേട്ടോ. അതായത് ഞങ്ങൾക്കാണെങ്കിൽ ഉറക്കം വന്ന് നിൽക്കും. പക്ഷേ ഇവന്മാർ 2 പേരും ഉണ്ടല്ലോ, ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയ കളിയാണ്. ഇന്നിപ്പോൾ രാവിലെ 7 മണിയായിട്ട് ഇവന്മാരുടെ കളി മാത്രം തീർന്നിട്ടില്ല കണ്ടോ. എടാ വാവേ, നിങ്ങൾക്ക് ഉറക്കം വന്നില്ലടാ? പൊന്നൂസിന് ഉറക്കം വരുന്നില്ലടാ? അപ്പോൾ അതാണ് നമ്മുടെ പൊന്നൂസിൻ്റെ, നമ്മുടെ വാവയുടെയൊക്കെ എനർജി കേട്ടോ. അവന്മാർ ഭയങ്കര കളിയാണ് രാവിലെ രാത്രി മുതൽ അല്ലേ കുട്ടൂസേ? അപ്പോൾ എന്താണെങ്കിലും ഈ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. നമ്മുടെ അജ്മാനിലെ അൽസോറ ബീച്ച് നല്ല സൂപ്പർ ബീച്ചാണ്. ബീച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കൂടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ മൊത്തം ആൾക്കാരായിരുന്നു. ഇപ്പൊ രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും പോയി, ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഇവിടെ ഓവർനൈറ്റൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാം. ഇതുപോലെ ചെറിയ ടെൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് രാത്രിയിലൊക്കെ ഇവിടെ കുക്ക് ചെയ്ത് ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫിഷിങ് കൂടെ ചെയ്യാം, നമുക്ക് മീൻ പിടിക്കാം. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്കൊക്കെ കളിക്കാം. നല്ല എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസിൽ നമുക്ക് എന്താ പറയുക എൻഗേജ്ഡ് ആകാൻ പറ്റിയ ഒരു ബീച്ചാണ് അജ്മാനിലെ അൽസോറ ബീച്ച്. അപ്പോൾ ഞങ്ങൾ ശരിക്കും രാത്രി തൊട്ട് ഈ നിമിഷം വരെ നല്ല എന്താ പറയുക ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് നേരം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ. അതാണ് ഈ കിടന്ന് 2 പേരും കൂടെ ചിരിച്ചതേ. ഞാൻ ഫുള്ള് ഇതിനകത്തായിരുന്നു, ഞാനും കുഞ്ഞും കൂടെ. ഞാൻ കുറച്ച് നേരമൊക്കെ നമ്മുടെ ടെന്റിനകത്തൊക്കെ കയറിയിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ രാത്രിയിലൊക്കെ കുറേ വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാത്രിയിലത്തെ ആ ലൈറ്റിൻ്റെതായിട്ടുള്ള ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ചെയ്തില്ല. പക്ഷെ രാവിലെ ആയപ്പോൾ ഈ ബീച്ചും ഈ ബീച്ചിൻ്റെ ആ കാലാവസ്ഥയൊക്കെ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക UAE-യിലുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇവിടെ നല്ല അടിപൊളി മീൻ കിട്ടും കേട്ടോ. നല്ല സൂപ്പർ മീൻ കിട്ടുന്ന ഒരു ഏരിയയാണ് അജ്മാനിലെ അൽസോറ എന്ന് പറയുന്ന ബീച്ച്. നമുക്ക് എന്താ പറയുക ഇവിടെ ഫിഷിങ്ങൊക്കെ അലൗഡാണ്. ഇവിടെ വന്നിട്ട് ഈ നെയ്മീനൊക്കെ നല്ല ഒരുപാട് കിട്ടുന്നൊരു ഏരിയയാണ്. നെയ്മീൻ, ബാറക്കോട, അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടുന്ന നല്ലൊരു ബീച്ചാണിത്. പിന്നെ എന്താ പറയുക നല്ല രസമാണ് ഈ ബീച്ച് കേട്ടോ അല്ലേ കുട്ടൂസേ? രാവിലെയൊക്കെ ഉണ്ടല്ലോ നല്ല സൂര്യൻ ഉദിച്ചൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുത്തെ. പക്ഷേ എനിക്ക് ആ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി, എടുക്കാൻ പറ്റിയില്ല. ആ സമയത്തൊക്കെ മീൻ പിടിക്കാനായിട്ടൊക്കെ ഉള്ള ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ബീച്ച്
ഇപ്പോഴും ബീച്ചിലൊക്കെ കുറച്ച് ആളുകളൊക്കെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതാ കണ്ടില്ലേ, കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും ബീച്ചിൽ നല്ല മോർണിംഗ് സമയത്ത് കുളിക്കുന്നുണ്ട്. കുറേ ആളുകളൊക്കെ ബീച്ചിൽ അങ്ങിങ്ങൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടോ, ആ സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. അവിടെ ഫുള്ള് മീൻ പിടിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് നെയ്മീൻ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ചട്ടി കണ്ടോ, മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു ഫാമിലിയാണത്. കണ്ടോ, അങ്ങനെ ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നല്ല എൻജോയ് ചെയ്യുന്നൊരു ബീച്ചാണ്. ഇത് കണ്ടോ, ഒരു ഫിലിപ്പീനി ഗ്രൂപ്പാണത്. കണ്ടോ, ഫിലിപ്പീനി ഗ്രൂപ്പ് അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മീൻ പിടിക്കുക. കണ്ടോ, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചെറിയ ഒരു ബോക്സൊക്കെ കയ്യിലുണ്ട്, അതൊക്കെ വെച്ചിട്ട് അവർ മീൻ പിടിച്ചോണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അജ്മാൻ അൽസോറ ബീച്ചിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ അല്ലേ, പെട്ടെന്നുള്ള ചെറിയൊരു വീഡിയോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ച് മടങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി അടുത്താകാറായി. ഇനിയിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ വെയിലിനൊക്കെ നല്ല ചൂട് കയറും അല്ലേ പിന്നെ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പുതിയ വിശേഷമായിട്ടും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണെങ്കിലും പുതിയ പുതിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.